ഈ കാർബൺ കോമ്പോസിറ്റ് മെറ്റീരിയൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ഇത് ഉപയോഗിക്കാനുള്ള കാരണം ആ ഒരു F1 കാറിൻ്റെ വേഗത തന്നെയാണ്. നമ്മൾ ആ F1 കാറിനെ കുറിച്ച് വീഡിയോ ചെയ്തപ്പം പറഞ്ഞു മണിക്കൂറിൽ 325 250 എബവ് km/h സ്പീഡിൽ പോകുന്നൊരു കാർ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുമ്പം ഉണ്ടാകുന്ന ടെമ്പറേച്ചർ 400°C ആ ഒരു റേഞ്ചിലാണ്. അപ്പോൾ അത്രയും ടെമ്പറേച്ചറിനെ താങ്ങാൻ കഴിയുന്ന ഒരു മെറ്റീരിയൽ വേണം. അതിനാണ് ഈ കാർബൺ കോമ്പോസിറ്റ് മെറ്റീരിയൽ ഉപയോഗിക്കുന്നത്. അത്രയും ടെമ്പറേച്ചറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്താൽ മാത്രം പോരാ, എത്രയും പെട്ടെന്ന് കൂൾ ഡൗൺ ആവുകയും വേണം. അതേപോലെ അത് ലൈറ്റ് വെയിറ്റും ആയിരിക്കണം. പിന്നെ ഈ F1 കാറിൻ്റെ ബ്രേക്സിൻ്റെ മാനുഫാക്ചറിങ് ചെയ്യുമ്പോഴത്തേന് അതിൻ്റെ ഡിസ്കിൽ 1000 ഹോൾസ് ഇടും. ഈ ഹോൾസ് ഇടുന്നത് വെന്റിലേഷന് വേണ്ടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 400 km/h സ്പീഡിൽ വന്ന് ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ അത്രയും ടെമ്പറേച്ചർ ആകും. അതുപോലെ കൂൾ ഡൗൺ ആവാൻ വേണ്ടി അതിനൊരു വെന്റിലേഷൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ F1 കാറുകൾ ഡീസിലറേറ്റ് ആകുമ്പോൾ ഉണ്ടാകുന്ന G-ഫോഴ്സ് എന്ന് പറയുന്നത് 5G അല്ലെങ്കിൽ അതിന് എബവ് ആണ്. നമ്മുടെ നോർമൽ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് 1G ആ ഒരു റേഞ്ചിലൊക്കെ വരുള്ളൂ. ഈ G-ഫോഴ്സ് ഡയറക്റ്റ്ലി വരുന്നത് ഡ്രൈവറിൻ്റെ മേലാണ്. അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ ബ്രേക്സ് അപ്ലൈ ചെയ്യാനായിട്ട് ഡ്രൈവർ 120 മുതൽ 180 കിലോഗ്രാം ഫോഴ്സ് കൊടുത്താൽ മാത്രമാണ് അത്രയും വേഗത്തിൽ വന്ന് ബ്രേക്ക് എനേബിൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു ഈ ബ്രേക്കിൻ്റെ ഡിസ്കിൽ 1000 ഹോൾസ് ഇടുക. ഈ ഹോൾസ് അത് ഈ ബ്രേക്സിനെ തണുപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ തണുപ്പിക്കുന്നതിന് ബ്രേക്ക് ഡക്ട്സിന് വലിയൊരു റോളുണ്ട്. ഈ ബ്രേക്ക് ഡക്ട്സ് ആണ് കാറിൻ്റെ ഫ്രണ്ടിലുള്ള വിങ്ങിൽ നിന്ന് എയറിനെ ഈ ബ്രേക്ക് ഡിസ്കിലേക്ക് അതായത് ഹോൾസിലേക്ക് കടത്തി വിടുന്നത്. പിന്നെ ഈ ബ്രേക്സിൻ്റെ കാലിപ്പേഴ്സ് അത് മേക്ക് ചെയ്തിരിക്കുന്നത് ഹൈ അലൂമിനിയം അലോയ് ഉപയോഗിച്ചിട്ടാണ്. അതിൽ 6 പിസ്റ്റൻസ് ഉണ്ട്, ആ ഡിസ്കിലോട്ട് ഹോൾഡ് ചെയ്യാനായിട്ട്. പിന്നെ ഈ F1 ടീമുകൾ ബ്രേക്കുകൾ ഡിസൈൻ ചെയ്യുന്നതിന് FIAയുടെ കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ട്. ഈ ഫ്രണ്ട് ഡിസ്കിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 325 mm മുതൽ 330 mm വരെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഡയമീറ്റർ. പിന്നെ അല്ലാതെ അതിൻ്റെ തിക്നെസ് വരുന്നത് 32 mm ആണ് ഫ്രണ്ടിൽ. റിയറിൻ്റെ കേസ് വരുമ്പോൾ റിയറിൽ 275 mm to 280 mm ഡയമീറ്ററും അതേപോലെ തിക്നെസ് 32 mm. ഈ എൻ്റയർ ബ്രേക്ക് സിസ്റ്റത്തിൻ്റെ കോസ്റ്റ് വരുന്നത് $66,000 മുതൽ $78,000 വരെയാണ്.